ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു വെബിസോ. ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയെ കാണിക്കും. ഇവളുടെ പേരാണ് മീര. അവളിപ്പോ അങ്ങനെ പതിയെ നടന്ന് നടന്ന് ലൂണ എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. ഈ ലൂണയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അവളിപ്പോ മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മീര അവളുടെ അടുത്തേക്ക് വരിക. ലൂണയ്ക്കാണെങ്കിൽ മീരയെ നന്നായിട്ട് അറിയാം. അവൾ മേരെ അടുത്തേക്ക് വിളിച്ച് അവളോടൊപ്പം ചേർത്തിരുത്തുകയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആ പാട്ടുകാരി ലേഡി ലൂണ, അവളാണെങ്കിൽ മീരയുടെ പപ്പയെക്കുറിച്ച് ചോദിക്കും. അതിനവൾ പറയും, പപ്പ ഭയങ്കര ബിസിയാണ്, അർജന്റായിട്ട് ഒരു മീറ്റിങ്ങിന് പോയതാണ്, എത്രയും വേഗം ആൾ ഇവിടേക്ക് എത്തും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മീരയുടെ പപ്പയെ കാണിക്കും. ആളാണെങ്കിൽ വളരെ ടെററായിട്ടുള്ള ഒരാളാണ്. ആൾക്ക് ആ ഒരു സിറ്റി മുഴുവൻ ഒരുപാട് ബിസിനസ്സുകളുണ്ട്, വളരെ റിച്ചാണ്. മാത്രമല്ല ആൾക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുച്ചോട് നശിപ്പിച്ചു കളയുന്ന ഒരു പ്രത്യേകതരം ടെറർ ക്യാരക്ടറാണ് ആൾക്കുള്ളത്. അല്പസമയം കഴിയുമ്പോഴേക്കും മീരയുടെ പപ്പ ആളും അവരുടെ അടുത്തേക്ക് വരും. മീരയ്ക്കാണെങ്കിൽ സത്യത്തിൽ ഒന്നും തന്നെ കണക്റ്റ് ആവില്ല. ഉടനെ പപ്പയാണെങ്കിൽ മീരയോട് പറയും, ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തത് അതൊരു പ്രത്യേക കാര്യം നിന്നോട് പറയാനാണ്. നമ്മൾ 3 പേര് മാത്രമേ ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവൂ. നിന്റെ അമ്മ, അതായത് എൻ്റെ വൈഫ്, അവളിപ്പോ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. സോ അവൾക്ക് പകരം നിനക്കൊരു അമ്മയായി എനിക്കൊരു ഭാര്യയായി ഇനി മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവുക ഈ ലൂണയാണ്. അത് പറയാനും ഇവളെ പരിചയപ്പെടുത്താനുമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സെറ്റ് ചെയ്തത്. മീരയാണെങ്കിൽ അത് കേട്ട് ഒന്ന് ഷോക്കാവും. അവൾ വല്ലാതെ അസ്വസ്ഥയാവും. അതേസമയം ലൂണയുടെ കയ്യിൽ അവളൊരു ബുക്ക് കാണുകയാണ്. അവൾ ആ ബുക്ക് കണ്ട് ഷോക്കായി, നിങ്ങൾക്ക് എവിടുന്ന് ഈ ബുക്ക് കിട്ടി? ഇതെന്റെ അമ്മയുടേതാണെന്ന് പറയും. അതിന് പപ്പയാണെങ്കിൽ മീരയോട് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനാണ് ആ ബുക്ക് എടുത്ത് ലൂണയുടെ കയ്യിൽ കൊടുത്തത്. നീ ജനിച്ചപ്പോൾ മുതൽ വളർന്ന് ഈ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചില ഫോട്ടോസും ആ ഒരു ഡയറിയിൽ പതിപ്പിച്ചിട്ടുണ്ട്. സോ ഇനി മുതൽ നിന്റെ അമ്മയായി ജീവിക്കാൻ പോകുന്നത് ഈ ലൂണയാണ്. അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾ അറിയണം. അതിനുവേണ്ടിയാണ് ആ ഡയറി ഞാൻ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പറയും. മീരയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരയാണ്. എന്റെ യഥാർത്ഥ അമ്മ മരണപ്പെട്ടു പോയി. ഈ ഒരു ഡയറി കൊണ്ടൊന്നും എൻ്റെ അമ്മയെ റീപ്ലേസ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കരയും. മീരയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു രണ്ടാനമ്മയുടെ ആവശ്യമില്ല. പക്ഷേ അവളുടെ പപ്പയ്ക്ക് ഒരു സെക്കൻഡ് വൈഫിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മീരയുടെ എതിർപ്പും ഇഷ്ടക്കേടും ഒക്കെ അവഗണിച്ചുകൊണ്ട് ആള് ഇപ്പൊ ലൂണ സിംഗർ ലേഡിയെ ആളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അവരടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങും. ആ സിംഗർ ലേഡിക്കാണെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആള് കൊടുക്കുകയാണ്. ഡയമണ്ട്സ്, കാറുകള്, ഒരുപാട് പ്രോപ്പർട്ടികൾ, അങ്ങനെ എല്ലാം തന്നെ ആള് വേണ്ടുവോളം അവൾക്ക് കൊടുക്കും. അതേസമയം മീരയാണെങ്കിൽ അവളും അവളുടെ ഫ്രണ്ട്സുമായിട്ട് നൈറ്റ് ക്ലബ്ബുകളിൽ പാട്ടും ഡാൻസും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. അങ്ങനെ ഒരു ഡേ മീരയുടെ ഫ്രണ്ട്സിന്റെ ഫോണിലേക്ക് ഒരു ലേക്കഡ് വീഡിയോ ക്ലിപ്പ് കിട്ടുകയാണ്. അവർ ആ വീഡിയോ ക്ലിപ്പ് അത് കാണും. അതിൻ്റെ അകത്ത് ആ സിംഗർ ലേഡി ലൂണ അവളും മറ്റൊരു പയ്യനുമായിട്ടുള്ള സെക്സ് വീഡിയോ ആയിരിക്കും. അത് കണ്ട് അവർ ഷോക്കായിട്ട് ആ വീഡിയോ മീരയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മീരയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനാവില്ല. അവൾ മനസ്സിലാക്കും ലൂണ അവളുടെ പപ്പയെ വഞ്ചിക്കുകയാണെന്ന്. മീരയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ലൂണയ്ക്ക് മെസ്സേജ് അയക്കും, എത്രയും വേഗം അവൾക്ക് ലൂണയെ മീറ്റ് ചെയ്യണമെന്ന്. അതേസമയം ഓപ്പോസിറ്റ് സൈഡ് ആ സിംഗർ ലേഡി ലൂണ, അവളിപ്പോ ഉള്ളത് മീരയുടെ പപ്പയുടെ കൂടെയാണ്. അവള് മീരയുടെ മെസ്സേജ് വന്ന കാര്യം പപ്പയോട് പറയും. അത് കേൾക്കേണ്ട താമസം ആൾക്ക് ഭയങ്കര സന്തോഷം. പപ്പ പറയും, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ മകളെയാണ്. നിന്നെ അവൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നതിലാണ് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്. പക്ഷെ ഇപ്പൊ എൻ്റെ വിഷമം അതെല്ലാം മാറിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും അവളെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അവളെ കൺവിൻസ് ചെയ്യണമെന്ന് പപ്പ പറയും. അതിനാ സിംഗർ ഓക്കെ പറഞ്ഞ് ഇപ്പൊ മീരയുടെ അടുത്തേക്ക് വരികയാണ്. മീരയാണെങ്കിൽ ആ ഒരു പബ്ബിലിരുന്ന് നന്നായിട്ട് ഡ്രിങ്ക് ചെയ്ത് ആകെ ആവശ്യമായിട്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പൊ എന്തൊക്കെയോ കാര്യമായിട്ട് അവിടുന്ന് സംസാരിക്കും. അതിനുശേഷം അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സിംഗറിന്റെ ഫ്ലാറ്റിന്റെ ആ ഭാഗം കാണിക്കുകയാണ്. അവിടെയും മീരയും ആ സിംഗറും അവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്നതായിട്ട് കാണിക്കും. അതിനുശേഷം ഒരു കാറ് അതങ്ങനെ ലക്കും ലഗാങ്കും ഇല്ലാതെ വളഞ്ഞു തിരിഞ്ഞു പോയി ഏതൊക്കെയോ കാറിൽ ഇടിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ തന്നെ ന്യൂസിലെല്ലാം ഒരു ഫ്ലാഷ് ന്യൂസ് വരും. സിംഗറായിട്ടുള്ള ലൂണ അവളുടെ ഫ്ലാറ്റിന്റെ പാർക്കിങ്ങിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നായിരിക്കും ആ ന്യൂസ് കണ്ട ഒരു ഗവൺമെന്റ് ലോയർ അവൻ ഷോക്കായി ആ ന്യൂസ് വളരെ വ്യക്തമായിട്ടും ഡീപ്പായിട്ടും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ലോയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ അവൻ കാണും ആ സിംഗർ അവള് മരണപ്പെട്ട് കിടന്ന സ്ഥലം.
ചുമരില് ആരോ അവളെ ശക്തിയായിട്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. അവളുടെ രക്തക്കറ അത് ആ ചുമരില് കാണും. CCTV ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ആരാന്ന് മനസ്സിലാക്കാന്ന് കരുതി ലോയർ ആണെങ്കിൽ CCTV റൂമിലേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ പോലീസും ഒരുപാട് ആൾക്കാരും കൂടി നിൽക്കുകയാണ്. കാരണം ആ ഒരു കൺട്രോൾ റൂം അതാരോ കത്തി നശിപ്പിച്ചു. അതിപ്പോ അവിടുന്ന് ഇപ്പോ യാതൊരു ഡീറ്റെയിൽസും ആൾക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. ഇനി എങ്ങനെ ഇതിനൊരു തുമ്പുണ്ടാക്കും എന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ലക്ഷറി കാറ് ആള് ശ്രദ്ധിക്കുക. ആ കാറുകളിലെല്ലാം തന്നെ ഡാഷ് ക്യാം ഉണ്ടാവും. സോ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് ആൾക്ക് മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. റോഡിലൂടെ വളരെ കെയർലെസ് ആയിട്ട് കാർ ഓടിച്ച ആളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് മറ്റാരുമല്ല, അത് സാക്ഷാൽ മീരയാണ്. അവളെ ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മീരയാണെങ്കിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അതേസമയം അവളുടെ പപ്പ അവളുടെ അടുത്തേക്ക് വന്ന് എന്താ സംഭവിച്ചെന്ന് തിരക്കും. അവസാനമായിട്ട് അവൾ നിന്റെ അരികിലേക്കാണ് വന്നത്. നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായേ? അതിന് മീരയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ ഞാൻ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ സിംഗർ ലേഡിയുടെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് മീരയുടെ പപ്പ ആളാണെങ്കിൽ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. സിംഗർ ലേഡി അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ആൾക്കറിയില്ല. പക്ഷേ എന്തു വില കൊടുത്തും തന്റെ മകളെ രക്ഷിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് ഇപ്പൊ ആളുടെ മനസ്സിലുണ്ടാവുക. അതേസമയം ഇവിടെ മീരയെ അവളാണ് ആ സിംഗർ ലേഡിയെ കൊന്നതെന്ന് പറഞ്ഞ് സാഹചര്യ തെളിവുകളൊക്കെ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അസംഷനിലേക്ക് എത്തി അവളെ ജയിലിൽ അടയ്ക്കുകയാണ് ഇവിടെ മീരയുടെ പപ്പ. ആളാണെങ്കിൽ ആളുടെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളെ എല്ലാം വിളിച്ചുകൂട്ടി ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എങ്ങനെയെങ്കിലും മീരയെ അവളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി അത് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആള് ചോദിക്കും. ഉടനെ ആളുടെ ഡ്രൈവർ ആണെങ്കിൽ ഇപ്പൊ മീരയുടെ ലാപ്ടോപ്പ് അത് ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതില് ഒരു സ്പെഷ്യൽ ഗെയിമുണ്ട്. ആ ഗെയിമില് മീരയെ പോലെയും ആ സിംഗർ ലേഡിയെ പോലെയുള്ള രണ്ട് ക്യാരക്ടേഴ്സ്. അതില് മീരയെ പോലെയുള്ള ലേഡി ആ സിംഗർ ലേഡിയെ കൊല്ലുന്നതായിട്ടായിരിക്കും അതിൽ കാണുക. അത് കാണേണ്ട താമസം അവരെല്ലാവരും ഷോക്കാവും. ഗെയിമിന്റെ കാര്യം അത് പുറം ലോകം അറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മീരയെ പ്രതികൂലമായിട്ട് ബാധിക്കും. പക്ഷേ പപ്പയാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ഇത് എത്രയും വേഗം നിങ്ങൾ ലീക്ക് ചെയ്യണം. ഇതിലൂടെ കൂടുതൽ വ്യൂസും പബ്ലിസിറ്റിയും നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയും. അതിനുശേഷം പപ്പയാണെങ്കിൽ അവളുടെ കേസ് ലോയർ ചോയ് എന്നൊരു ലേഡിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവൾ ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മെമ്പറാണ്. മാത്രമല്ല അവള് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എല്ലാ കാര്യത്തിലും. സോ അവളാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് മീരയെ വന്ന് കണ്ട് അവളോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കും. മീരയാണെങ്കിൽ ചോയോടും പറയും, സത്യത്തില് അന്ന് എന്താ നടന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനന്ന് നന്നായിട്ട് മദ്യപിച്ചിരുന്നു. സോ അന്ന് അവര് വന്നതും എന്താണ് ഉണ്ടായതെന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അത് കേട്ട് ചോയ് ആണെങ്കിൽ ഇപ്പൊ പപ്പയുടെ അടുത്തേക്ക് വരികയാണ്. പപ്പയാണെങ്കിൽ ചോയോട് ചോദിക്കും, നിനക്ക് അവളോട് സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതിന് ലോയർ പറയും, മീര ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളുടെ സംസാരം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൾ നിരപരാധിയാണെന്ന്. ഞാൻ അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും തയ്യാറാണ്. അത് കേട്ട് പപ്പ പറയും, സത്യത്തിൽ മീര നിങ്ങൾ കരുതുന്ന പോലെയല്ല. ഞാൻ ആ സിംഗർ പെണ്ണിനെ അവളെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവൾ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. എപ്പോഴും പാർട്ടിയും ഡ്രിങ്ക്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവൾ ആ ഒരു പബ്ബിൽ തന്നെയാണെന്ന് പറഞ്ഞ് അവളുമായിട്ട് ഇപ്പോൾ ആൾ പുറത്തേക്ക് വരും. ഒരുപാട് മീഡിയാസ് ആ ഒരു ക്രൈമിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് പപ്പ പറയും, എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. സോ സത്യം എന്തായാലും എൻ്റെ ലോയർ ചോയ് അവൾ പുറത്തു കൊണ്ടുവരുന്നു പറയും. അതിന് ചോയും തീർച്ചയായിട്ടും ഞാൻ സത്യം പുറത്തു കൊണ്ടുവരുന്ന് അവർക്ക് വാഗ്ദാനം കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 3D ആനിമേഷൻ കാണിക്കുകയാണ്. അതില് മീര എങ്ങനെയാണ് ആ സിംഗർ പെണ്ണിനെ കൊന്നിട്ടുണ്ടാവുക എന്നൊരു ഡെമോ ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക. മീരയുടെ കാറ് അതങ്ങനെ വന്ന് ആ സിംഗർ ലേഡിയുടെ ദേഹത്ത് തട്ടുന്നു. അവൾ തെറിച്ചുപോയി അടുത്തുണ്ടായിരുന്ന ചുമരിലിടിച്ച് മരണപ്പെടുന്നു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഡ്രൈവറിനെ കാണിക്കുകയാണ്. ആളാണെങ്കിൽ ഏതോ ഒരു ഷോപ്പിലേക്ക് വന്ന് അതിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കും. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ക്യാമറ അങ്ങനെ എനേബിളായി ആളവിടെ വന്നിരിക്കുന്ന കാര്യം അത് ദൂരത്തിരുന്ന് മറ്റൊരാൾ കാണുകയാണ്. അടുത്ത നിമിഷം തന്നെ ഡ്രൈവർ മീരയുടെ പപ്പയെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അവൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും ആള് മീരയുടെ പപ്പയോട് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കോർട്ടില് ഇപ്പോ മീരയെ ഹാജരാക്കിയിരിക്കുകയാണ്.
ആ ഗവൺമെന്റ് ലോയർ ആണെങ്കിൽ മീരയ്ക്കെതിരെ അവളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ വാദിക്കും. മേരിയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഞാൻ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് വീണ്ടും പറയും. അത് കേട്ട് അവളുടെ ലോയർ ചോയ് അവളിപ്പോ മേരിയോട് ചോദിക്കും, നിങ്ങൾ അന്ന് ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു, സത്യത്തില് നിങ്ങൾ തന്നെ ആയിരുന്നോ ആ കാർ ഓടിച്ചത്? അതിനവള് പറയും, സാധാരണ ഞാൻ ഒരുപാട് മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവറാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോവാറ്, സോ അന്ന് ഞാനാണോ ഡ്രൈവറാണോ വാഹനം ഓടിച്ചതെന്ന്. അത് കേട്ട് ചോയ് ആണെങ്കിൽ ഇപ്പൊ ജഡ്ജിനോട് പറയും, സത്യത്തിൽ ഇവൾ ഒരു കാരണവശാലും ആ സിംഗർ ലേഡിയെ കൊല്ലാനായിട്ട് യാതൊരു കാരണവും ഇല്ല. മാത്രമല്ല മീര ആ മരണപ്പെട്ട സിംഗർ ലേഡിയെ അവളെ കാണണം എന്നൊരു മെസ്സേജ് മാത്രമാണ് ഇതിൽ അയച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഒരിക്കലും അവള് കൊലയാളിയാണെന്ന് പറഞ്ഞ് അവളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവള് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഗവൺമെന്റ് ലോയറെ കാണിക്കും. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് ആലോചിച്ച് നോക്കും. അവര് ആദ്യം ബാറിൽ വെച്ച് മീറ്റ് ചെയ്തത്, പിന്നീട് പാർക്കിംഗ് ലോഞ്ചിൽ വെച്ച് കണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ആലോചിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ അടുത്ത ഹിയറിങ്ങിന് ഇപ്പൊ മീരയെ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ബാറിൽ നടന്ന കാര്യം അതിപ്പോ കോർട്ടിന് മുന്നിൽ പറയുക. ആ സിംഗർ ലേഡി അവർ ബാറിലേക്ക് എത്തിയതിനു ശേഷം മീരയും സിംഗർ ലേഡിയും അവർ രണ്ടുപേരും ബാത്റൂമിലേക്ക് വന്ന് ആ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചു. അവളുടെ ലീക്കായ ആ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചു. അതിനാ സിംഗർ ലേഡി അവൾ ക്യാഷ്വലായിട്ട് പറയും, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിന്റെ പപ്പയ്ക്കറിയാം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹമായിട്ട് ഈ ഒരു മാരേജ് നടത്തിയത്. അത് കേൾക്കേണ്ട താമസം മീര അവൾ ആ സിംഗർ ലേഡിയുമായിട്ട് ദേഷ്യപ്പെട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫൈറ്റിനിടയിൽ മീര ധരിച്ചിരുന്ന ഒരു ലോക്കറ്റ് പൊട്ടി അത് ആ വാഷ്റൂമിലേക്ക് വീഴും. ആ പൊട്ടിയ ലോക്കറ്റ് അത് അവിടേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ പ്രസന്റ് ചെയ്യാണ്. അതിനുശേഷം ഗവൺമെന്റ് ലോയർ ആണെങ്കിൽ ലീക്ക് ആയിട്ടുള്ള ആ സിംഗറുടെ വീഡിയോ അതവിടെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. കോർട്ടിലെ ഹിയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ മീരയുടെ പപ്പ ആള് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഗവൺമെന്റ് ലോയറിന്റെ അടുത്തേക്ക് വന്ന് ആളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഇനിയും ആ സിംഗർ ലേഡിയുടെ ആ ഒരു വീഡിയോ അത് കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിക്കരുത്, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അതിന് ലോയർ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലേഡി ലോയർ ചോയ അവളും അവളുടെ ഫ്രണ്ടും ആ സിംഗറിന്റെ സോഷ്യൽ മീഡിയ അതങ്ങനെ അരിച്ചു പെറുക്കുകയാണ്. അപ്പോഴായിരിക്കും അവളുടെ ഒരു കട്ട ഫാനിനെ കുറിച്ചുള്ള ന്യൂസ് കാണുക. ആ ഒരു ഫാനിന്റെ പ്രത്യേകത അത് മറ്റൊന്നുമല്ല, ആ സിംഗർ ലേഡി അവൾ എവിടേക്ക് പോയാലും അവളെ വിടാതെ പിന്തുടർന്ന് അവളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നതാണ്. ഈവൻ അവളുടെ ബെഡ്റൂമിൽ പോലും അവൾ അറിയാതെ അവൻ ക്യാമറ വെച്ചിട്ടുണ്ട്. സോ ഈ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ലേഡി അഡ്വക്കേറ്റ് അവളാണെങ്കിൽ ഇപ്പൊ അവൻ അന്വേഷിച്ച് അവൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് തന്നെ കടന്നു വരും. അവൻ വർക്ക് ചെയ്യുന്ന ഷോപ്പ് അത് മറ്റൊരു ഷോപ്പും അല്ല, നമ്മുടെ ഡ്രൈവർ ആള് വന്ന് ടച്ച് ചെയ്ത അതേ ഷോപ്പ് തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. ലോയർ ആണെങ്കിൽ ആ ഒരു ഷോപ്പിൽ ടച്ച് ചെയ്യേണ്ട താമസം ആ സിംഗർ പെണ്ണിന്റെ ഫാൻ പയ്യൻ അവൻ കറക്റ്റ് ആയിട്ട് അവളെ ഇപ്പോ ആ കടയുടെ മുൻപിൽ കാണുകയാണ്. കടയ്ക്ക് ചുറ്റും തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ചാണ് അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അവളുടെ കയ്യിലാണെങ്കിൽ അവന്റെ നമ്പറുണ്ട്. അവൾ ആ നമ്പറിൽ ഒരുപാട് നേരം ട്രൈ ചെയ്യും. അവളുടെ കോൾ വരുന്നത് കാണും, പക്ഷെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യില്ല. അവളാണെങ്കിൽ ഒരുപാട് നേരം ആ കടയുടെ മുൻപിൽ വെയിറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഈവനിങ് ടൈം ആവുമ്പോൾ ആ ഡ്രൈവർ ആളും ആളുടെ കാറായിട്ട് അവിടെ എത്തുകയാണ്. കടയ്ക്ക് മുൻപിൽ നിൽക്കുന്ന അഡ്വക്കേറ്റിനെ കണ്ട് അവൻ നൈസായിട്ട് കാർ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് അവൾ പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയം ലേറ്റ് ആയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ലോയർ അവൾ കാർ എടുത്ത് അവിടുന്ന് പതിയെ മൂവ് ചെയ്യും. അത് കണ്ട ആ ഡ്രൈവർ അവൻ അങ്ങനെ കാറ് ടോപ്പ് ഗിയറിലിട്ട് വമ്പ ഫോഴ്സിൽ വന്ന് അവന്റെ കടയിലേക്ക് ഇടിച്ചു കയറും. ലോയർ ആണെങ്കിൽ അല്പദൂരം മാത്രമേ മുൻപോട്ടേക്ക് പോയിട്ടുണ്ടാവൂ. അവളാണെങ്കിൽ കാർ നിർത്തി ഇപ്പോ അവിടെ എന്താ നടക്കണമെന്ന് നോക്കുകയാണ്. ഇവിടെ ഡ്രൈവർ ആളാ ഷോപ്പ് തകർത്ത് ഷോപ്പിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫ്രിഡ്ജ് അതങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ഹാർഡ് ഡിസ്ക് അതങ്ങനെ കളക്ട് ചെയ്യാണ്. അവനത് കളക്ട് ചെയ്യേണ്ട അടുത്ത നിമിഷം അവിടേക്ക് പോലീസ് എത്തും. പോലീസിനെ കാണേണ്ട താമസം ഹാർഡ് ഡിസ്ക് അത് കളക്ട് ചെയ്ത ബാഗ് ഒരു ഓരത്തേക്ക് അങ്ങനെ മാറ്റിയിടുകയാണ്. അതിനുശേഷം പോലീസ് അവിടേക്ക് വന്ന് ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പോലീസുകാരെല്ലാം അവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ അഡ്വക്കേറ്റ് അവൾ അവിടേക്ക് വന്ന് ആ കാർ മുഴുവൻ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവൾ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഡ്രൈവർ ഉപേക്ഷിച്ച ബാഗ് അതവൾ കാണുക. അവൾ ആ ബാഗ് എടുത്ത് ഒന്നും ചിന്തിക്കാതെ അവളുടെ വീട്ടിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഡ്രൈവറിനെ കാണിക്കും. പോലീസുകാരാണെങ്കിൽ ആ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. നീ എന്തിനാണ്
കാർ ആ ഷോപ്പിലേക്ക് ഇടിച്ചു കയറ്റിയെന്ന് ചോദിക്കും. അതിനാ ഡ്രൈവർ പറയും, ഞാൻ ഇടിച്ചു കയറ്റിയതല്ല, എന്റെ കാറിന്റെ ബ്രേക്ക്, അതിനെന്തോ ഒരു ട്രബിൾ വന്ന് അത് ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞ് നൈസായിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഒരു ഫാൻ അവനാണെങ്കിൽ അവന്റെ ഷോപ്പിലേക്ക് വന്ന് ആ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് ഹാർഡ് ഡിസ്ക് അതങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും കളക്ട് ചെയ്ത് വെച്ച ആ ഹാർഡ് ഡിസ്കുകളൊന്നും അവിടെ ഇല്ലാന്ന് കാണുക. അവൻ ആ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്ത് നേരെ മുൻപിലേക്ക് നോക്കും. അപ്പ അവന്റെ തൊട്ട് മുൻപില് മീരയുടെ പപ്പ. ആളെ കണ്ട് ഇപ്പൊ അവൻ ആളോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? നിങ്ങളാണോ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഹാർഡ് ഡിസ്ക് എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയത്? അതിന് പപ്പ പറയും, ആ ഹാർഡ് ഡിസ്ക് ഞാൻ കളക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും വേണ്ടി ഞാനിവിടെ കാത്തിരിക്കില്ല. ആ ഹാർഡ് ഡിസ്കിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്. എനിക്കറിയാം ആ ഒരു ഫ്ലാറ്റിന്റെ കൺട്രോൾ റൂമിൽ അവിടെ തീയിട്ടത് നീയാണെന്ന്, ആ ഹാർഡ് ഡിസ്ക് എല്ലാം കളക്ട് ചെയ്തത് നീയാണെന്നും എനിക്കറിയാം. എനിക്ക് ആവശ്യം ആ ഹാർഡ് ഡിസ്ക് ആണ്, അതിനെത്ര വേണമെങ്കിലും നിനക്ക് പ്രതിഫലം തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ലോയർ ആണെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവൾ കളക്ട് ചെയ്ത ഹാർഡ് ഡിസ്ക് അത് മുഴുവൻ ഒന്നൊന്നായിട്ട് പ്ലേ ചെയ്യും. അതിൽ മുഴുവൻ ആ സിംഗർ പെണ്ണിന്റെ വീഡിയോസും ഫോട്ടോസും മാത്രമാണ്. അപ്പോഴായിരിക്കും അവള് ഫുട്ടേജ് ഒക്കെ ഉള്ള ആ ഹാർഡ് ഡിസ്ക് അത് കയ്യിൽ കിട്ടുക. അവളിത് പ്ലേ ചെയ്ത് നോക്കും. അവള് മരിക്കുന്നതിന് മുൻപുള്ള ഏതാനും ചില ക്ലിപ്പുകൾ അതിലുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ പയ്യനെയും പപ്പയും കാണിക്കും. അവർ രണ്ടുപേരും ആ സിംഗർ പെണ്ണിന്റെ ഫ്ലാറ്റിലേക്ക് വരും. അവരാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഇപ്പൊ ആളുടെ മുൻപിൽ വെക്കുകയാണ്. അവളുടെ റിലീസ് ആവാൻ ബാക്കിയുള്ള ഒരു സോങ് അതൊരു കാരണവശാലും നിങ്ങൾ റിലീസ് ചെയ്യാൻ പാടില്ല. ആ സോങ് അത് എനിക്ക് മാത്രമായിരിക്കണം. അവളുടെ സാധനങ്ങള് ബിലോങ്ങിങ്സ് അത് മുഴുവൻ എനിക്ക് തന്നെ വേണമെന്ന് പറയും. അതിനാളാണെങ്കിൽ ഓക്കെ പറയാണ്. അടുത്ത നിമിഷം ആ പയ്യനാണെങ്കിൽ മീനയുടെ പപ്പയോട് പറയും, എനിക്ക് അവള് വളരെ പ്രിയപ്പെട്ടവളാണ്, അവളുടെ കട്ട ഫാനാണ് ഞാൻ, അവളെ കൊന്നവളെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോവും. കട്ട് ചെയ്ത ഓരോ ദിവസം കഴിയും തോറും കോടതിയിൽ ഹിയറിംഗ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഇടയിലായിരിക്കും മീനയുടെ പപ്പ ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് തായ്ലാന്റ് വരെ പോവുകയാണെന്ന് ഒരു കടലാസിൽ എഴുതി ലോയറിന്റെ കയ്യിൽ കൊടുക്കുക. ഇത്രയും സീരിയസ് ആയിട്ട് കേസ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആൾക്കെങ്ങനെ തായ്ലാന്റിലേക്ക് പോകാൻ തോന്നുന്നു ചിന്തിക്കും. ആൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്ത് തായ്ലാൻഡിലേക്ക് പോകുന്നതെന്ന് അവൾ ചിന്തിക്കും. അപ്പം മുതൽ അവൾക്ക് വലിയൊരു സംശയം അതങ്ങനെ തോന്നി തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ മീനയുടെ പപ്പ ആളാണെങ്കിൽ തായ്ലാൻഡിൽ പോയി അല്പം റിലാക്സ് ഒക്കെ ചെയ്ത് മടങ്ങി വരും. അതേസമയം നമ്മുടെ ലേഡി അഡ്വക്കേറ്റ് അവളാണെങ്കിൽ ഒരു വൈൻ ഷോപ്പിലേക്ക് വന്ന് വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ഗവൺമെന്റ് ലോയർ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ചെറിയൊരു ക്രഷും ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ ചെറിയ ചില ഈഗോയുടെ പേരിൽ അവരിപ്പോ പരസ്പരം മിണ്ടാറില്ല. അവനാണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നീ ഈ കേസുമായിട്ട് മുൻപോട്ടേക്ക് പോകാൻ പാടില്ല. കരുതും പോലെയല്ല ആ മീനയുടെ പപ്പ. ആള് വളരെ വലിയ ക്രിമിനലാണ്, ചീറ്ററാണ്, ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം ആള് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് നീ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സമയം കഴിഞ്ഞ് മീനയുടെ പപ്പ ആളിപ്പോ അവളുടെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ സംസാരിക്കും. അതെല്ലാം കേട്ട് അവള് വീട്ടിലേക്ക് വന്ന് വീണ്ടും അവളും അവളുടെ ഫ്രണ്ട് വരുന്ന് ആ ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ആ ഗവൺമെന്റ് ലോയറിനാണെങ്കിൽ ഒരു കോള് വരും. ഫ്ലാറ്റിലെ നഷ്ടപ്പെട്ടു പോയ ആ ഫുട്ടേജ് അത് ഒരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞായിരിക്കും അവന് കോള് വരിക. അതേസമയം ലേഡി അഡ്വക്കേറ്റും അവളുടെ ഫ്രണ്ടും അവർ രണ്ടുപേരും ആ ഫുട്ടേജിൽ ഒരു പ്രധാന കാര്യം കാണുകയാണ്. ആ ഡ്രൈവറും പാട്ടുകാരി പെണ്ണും അവർ രണ്ടുപേരും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് തർക്കിക്കുന്നതായിട്ട് അവരതിൽ കാണും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഹിയറിംഗിൽ ഇപ്പൊ നമ്മുടെ ലേഡി അഡ്വക്കേറ്റ് അവളാണെങ്കിൽ ഇപ്പൊ ഡ്രൈവറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾ ആ സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആ സിംഗർ ലേഡിയുമായിട്ട് വഴക്കുണ്ടാക്കി. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് വിഷ്വലില് വളരെ വ്യക്തമാണ്. മാത്രമല്ല മീനയുടെ കാറ് അത് ഡ്രൈവ് ചെയ്തതും നിങ്ങളാണെന്ന് പറഞ്ഞ് മീനയുടെ പപ്പ ആള് ബാറിൽ വെച്ച് അവളോട് പറഞ്ഞ കാര്യം അതങ്ങനെ അവിടെ വെച്ച് റിവീൽ ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മീനയുടെ പപ്പ ആ സിംഗർ പെണ്ണിന് കൊടുത്ത വാച്ച് അതാരോ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് അവരറിയും. കട്ട് ചെയ്ത ലേഡി ലോയർ അവൾ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് ഇപ്പോ ആ ഡ്രൈവറിനോട് പറയും, സത്യം പറയും മീനയുടെ പപ്പ ആള് കൊടുത്ത ആ കോസ്റ്റ്ലി ആയ വാച്ച് അത് ആ സിംഗർ പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി വിൽക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങളല്ലേ? അതിനെ ചൊല്ലിയല്ലേ നിങ്ങൾ പാർക്കിങ്ങിൽ വെച്ച് വഴക്കിട്ടത്? അതിനുശേഷമല്ലേ നിങ്ങൾ അവളെ കാറിടിച്ച് കൊന്നത്? അത് പറയേണ്ട താമസം ആ ഡ്രൈവർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അതെ ഇതെല്ലാം ചെയ്തത് ഞാനാണ്, ഞാൻ തന്നെയാണ് അവളെ കൊന്നതെന്ന് പറഞ്ഞ് ആളങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഗവൺമെന്റ് ലോയർ ആള് പറയും, ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നുമല്ല, ഈ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ, പാർക്കിങ്ങിലുണ്ടായ ആ CCTV വിഷ്വൽസ് അത് നിങ്ങൾ കാണണം. സത്യത്തില് ആ വിഷ്വൽസ്
ആ സിംഗർ ലേഡിയുടെ ഫാന്റെ കയ്യിലുണ്ട്. അവൻ എത്രയും വേഗം അതിവിടെ എത്തിക്കും എന്നവൻ പറയും. അത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്. മീനയുടെ പപ്പ ആ ബിസിനസ് മാൻ ആളാണെങ്കിൽ ആ ലേഡി ലോയറിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരും. എന്തെങ്കിലും ചെയ്യണം, ആ ഒരു CCTV ഫുട്ടേജ് അത് കോർട്ടിൽ ഹാജരാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആൾ ടെൻസ്ഡ് ആവും. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവളാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഫാൻ ആണെങ്കിൽ അധികം വൈകാതെ ഇപ്പൊ പാർക്കിങ്ങിലേക്ക് എത്തും. അത് കണ്ട മീനയുടെ പപ്പയും ആൾക്കാരും എല്ലാവരും ചേർന്ന് അവനെ അച്ചറം പൊച്ചറം തല്ലുകയാണ്. ആ ഗ്യാപ്പില് അവൻ ആ പെൻഡ്രൈവ് ഇപ്പൊ ലേഡി ലോയറിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കും. അവൾ അതുമായിട്ട് ആ കോർട്ടിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഒരു ബിസിനസ് മാൻ അവനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ പെൻഡ്രൈവ് പിടിച്ചു വാങ്ങി ആ കോർട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ അത് കണ്ട് വെറുതെ ഇരിക്കാനാവില്ല. ആ പെൻഡ്രൈവ് അത് മീനയുടെ പപ്പയുടെ കയ്യിലാണെന്നുള്ള കാര്യം അവള് ജഡ്ജിനോട് പറയും. ഉടനെ പോലീസ് വന്ന് ആളെ ചെക്ക് ചെയ്ത് ആ പെൻഡ്രൈവ് എടുത്ത് പ്ലേ ചെയ്യാണ്. അപ്പ അവര് കാണും കാറിൽ വന്ന് അവളെ ഇടിച്ചിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ മീനയുടെ പപ്പ ആ ബിസിനസ് മാൻ തന്നെയാണ്. നിലത്ത് വീണ് മരിക്കാതിരുന്ന അവളെ ആ ചുമരിൽ ആഞ്ഞെടുപ്പിച്ച് ആള് കൊന്നു തള്ളും. മദ്യലഹരിയിലായിരുന്ന മീനയെ പിടിച്ചു വലിച്ച് കാറിനകത്ത് കയറ്റി ആൾ അവിടുന്ന് കടന്നുപോകും. ഈ ഒരു കാഴ്ച കണ്ട മീനയാണെങ്കിൽ തലചുറ്റി താഴെ വീഴും. സോ യഥാർത്ഥ കൾപ്രിറ്റിനെ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഗവൺമെന്റ് അഡ്വക്കേറ്റ് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും ആ ഒരു സിംഗർ ലേഡിയുടെ വീഡിയോ ക്ലിപ്പ് അതിനെക്കുറിച്ച് ആക്ച്വലി അദ്ദേഹത്തിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. സോ അത് കണ്ട് പ്രകോപിതനായാണ് അയാൾ ഇതെല്ലാം ചെയ്തതെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ആ ലേഡി ലോയറിന് മീനയുടെ പപ്പയുടെ അസിസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു റിക്വസ്റ്റ് വരികയാണ്. അതില് അവള് തന്നെ ആളുടെ കേസ് ഏറ്റെടുക്കണം എന്നായിരിക്കും ഉണ്ടാവുക. സോ അവളാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ഇപ്പൊ ആളുടെ അടുത്തേക്ക് വരും. മീനയുടെ പപ്പയാണെങ്കിൽ അവളോട് താങ്ക്സ് പറയും. അതേസമയം ഇവിടെ ആ ഡ്രൈവർ മീനയുമായിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരും. ആ സമയം മീന അവൾ ആ ഡ്രൈവറിനോട് ചോദിക്കും, സത്യം പറയും എന്റെ പപ്പ ആള് തന്നെയാണോ അവളെ കൊന്നത്? സത്യത്തിൽ ശരിക്കും ആ കാറിൽ ആ സമയം ഉണ്ടായിരുന്നത് ഞാനല്ല, അത് മറ്റേതോ ഒരു ലേഡിയാണ്. അവളത് പറയേണ്ട താമസം ഡ്രൈവർ ആണെങ്കിൽ ഒരു ഫോൺ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ ആ ലേഡി ലോയറും മിറയുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരും ചേർന്ന് ആ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തായ്ലാൻഡിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആയിരിക്കും അതിൽ കാണുക. അവർ രണ്ടുപേരും മറ്റൊന്നും ചിന്തിക്കാതെ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഇപ്പൊ ആ ഗോഡൗൺ കാണും. അത് കാണേണ്ട താമസം മീറയാണെങ്കിൽ പൊട്ടിക്കരയും. പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ അവൾ അവളുടെ പപ്പയുടെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. അവൾ പപ്പയെ കണ്ട് നിർത്താതെ കരയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ആ സിംഗർ ലേഡിയുടെ ഫാന് അവൻ ഓൾറെഡി റിയൽ ഫുട്ടേജ് ആ ബിസിനസ് മാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആ ഫുട്ടേജ് ഓപ്പൺ ചെയ്ത് ആള് കാണും. ആക്ച്വലി കാർ ഇടിപ്പിച്ച് അവളെ കൊന്നത് മറ്റാരുമല്ല, മകളായ മീര തന്നെയാണ്. അവൾക്ക് ഒരു കാരണവശാലും ഒരു കുഴപ്പവും വരാൻ പാടില്ല എന്ന് കരുതിയാണ് ആള് കാര്യമായിട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി തായ്ലാൻഡിലേക്ക് വന്ന് അവിടെ വലിയൊരു ബിൽഡിങ് അത് റെന്റിനെടുത്ത് ആ ബിൽഡിങ് അത് ആ സിംഗർ പെണ്ണ് താമസിച്ച അപ്പാർട്ട്മെന്റിന്റെ കാർ പാർക്കിംഗ് പോലെ മോഡിഫൈ ചെയ്തെടുത്ത് അവിടുന്ന് വീണ്ടും ഒരു ഫേക്ക് വീഡിയോ അങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുത്തു. ആ ഒരു എവിഡൻസ് ആള് കോടതിയിൽ ബുദ്ധിപരമായിട്ട് അവതരിപ്പിച്ച് മകളെ ആ ഒരു കേസിൽ നിന്നും രക്ഷിച്ചു. മിറയുടെ പപ്പ ആളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഫാൻ ബോയ് അവൻ എല്ലാ കാര്യങ്ങളും അവസാന നിമിഷം വരെ ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മിറ അവൾ കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുന്നതോടു കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.